എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നടന്നു പോകുന്ന വഴികളിലും ബസ് സ്റ്റാൻഡുകളിലും അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥലങ്ങളിലും ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന്? വെറുമൊരു തിരക്കല്ല ഇത്, ചരിത്രപരമായൊരു മാറ്റത്തിന്റെ ഭാഗം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകളോളം ചൈന കൈവശം വെച്ചിരുന്ന ആ കിരീടം ഇന്ന് നമ്മുടെ പക്കലാണുള്ളത്. പക്ഷെ ലോകം ഒരു വശത്ത് ഈ ജനസംഖ്യ വിസ്ഫോടനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് ഭീകരമായ മറ്റൊരു യുദ്ധത്തിന്റെ നിഴലിൽ കൂടിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി കൊടുമ്പിരി കൊള്ളുകയാണ്. ഇറാനിലെ ആകാശത്ത് ഇന്ന് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ മാത്രമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും എങ്ങനെ 100 കോടി കടന്നുവെന്നും നിലവിലെ ആഗോള യുദ്ധ സാഹചര്യങ്ങൾ ഈ രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുമാണ് നോക്കാം. ആദ്യം നമുക്ക് ജനസംഖ്യയുടെ കാര്യത്തിലേക്ക് വരാം. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 2023 ഇന്ത്യ ചൈനയെ മറികടന്നു. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ 1.4 ബില്യൺ അഥവാ 140 കോടിയിലധികമാണ്. ഇത് എത്രത്തോളം ഉണ്ടെന്ന് അറിയട്ടെ. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ചേർന്നുള്ള ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ മാത്രമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹ്യൂജ് നമ്പേഴ്സ് ഗെയിം തന്നെയാണ്. 1960കളിൽ ഒരു ഇന്ത്യൻ സ്ത്രീക്ക് ശരാശരി 6 കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അന്ന് മരണനിരക്ക് കൂടുതലായിരുന്നു, വൈദ്യസഹായം കുറവായിരുന്നു. എന്നാൽ കാലം മാറി, നമ്മുടെ മെഡിക്കൽ ഫീൽഡ് പുരോഗതി പ്രാപിച്ചു, ശിശുമരണ നിരക്ക് കുറഞ്ഞു, ആയുർദൈർഘ്യം ലൈഫ് എക്സ്പെക്ടൻസി കൂടി. ഇതോടെ ജനസംഖ്യ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ വലിയ കുടുംബങ്ങളെ ഇഷ്ടപ്പെട്ടത്? അതിന് പിന്നിൽ ചില സോഷ്യൽ റീസൺസ് ഉണ്ട്. പണ്ടുകാലത്ത് കുട്ടികൾ എന്നത് കുടുംബത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയായിരുന്നു. കൃഷിയിടത്തിൽ സഹായിക്കാനും മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ നോക്കാനും കൂടുതൽ കൈകൾ വേണമെന്ന് ഗ്രാമീണ ഇന്ത്യ വിശ്വസിച്ചിരുന്നു. ഇത് കൂടാതെ ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം വന്നതോടെ പട്ടിണി കുറഞ്ഞു, ധാരാളം ഭക്ഷണം ലഭ്യമായി, ഒരു വലിയ ജനതയെ പോറ്റാൻ ആവശ്യമായ വിഭവം ഇന്ത്യയിൽ ഉണ്ടായി തുടങ്ങി. ഇന്ത്യ 1950കളിൽ തന്നെ ഫാമിലി പ്ലാനിംഗ് തുടങ്ങിയെങ്കിലും സാംസ്കാരികമായ കാരണങ്ങളാൽ അത് ജനങ്ങളിലേക്ക് എത്താൻ പതിറ്റാണ്ടുകൾ എടുത്തു. ഇന്ന് പക്ഷെ കഥ മാറുകയാണ്. പുതിയ തലമുറ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ചൈനയുടെ കാര്യം എടുത്താൽ അതൊരു വേറെ ലെവൽ കഥയാണ്. ഇന്ത്യയെ പോലെ തന്നെ വലിയ കുടുംബങ്ങളെ സ്നേഹിച്ചവരായിരുന്നു ചൈനക്കാരും. പക്ഷെ 1979 ജനസംഖ്യ നിയന്ത്രിക്കാൻ ചൈന കൊണ്ടുവന്ന വൺ ചൈൽഡ് പോളിസി ലോകത്തെ തന്നെ ഞെട്ടിച്ചു. ഒരു കുട്ടിയിൽ കൂടുതൽ ഉണ്ടായാൽ കടുത്ത ശിക്ഷ. ഇത് ജനസംഖ്യ കുറച്ചെങ്കിലും ചൈനയ്ക്ക് ഇപ്പോൾ അതൊരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കാരണം അവിടെ യുവാക്കൾ കുറയുന്നു, പ്രായമായവർ കൂടുന്നു, ജോലി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ. ഇനി ഇത് പരിഹരിക്കാൻ ഇപ്പോൾ ചൈന 3 കുട്ടികൾ വരെ ആകാമെന്ന് നിയമം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആധുനിക ചൈനീസ് യുവാക്കൾക്ക് ഇതിനോട് അത്ര താല്പര്യമില്ല എന്നതാണ് വാസ്തവം. നമ്മളിപ്പോൾ ജനസംഖ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് അസ്ഥിരത പുകയുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായി മാറിയിരിക്കുന്നു.